എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തനി നാടൻ ബീഫ് റോസ്റ്റ് ആണ്. ഈ ഒരു ബീഫ് റോസ്റ്റിന്റെ പാചകം വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കാണിക്കുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടമാകുന്ന നല്ല സ്വാദാണ്. ഈ ഒരു ബീഫ് റോസ്റ്റിന്റെ പാചകം വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന ആ ഒരു സ്വാദിലാണ് തയ്യാറാക്കുന്നത്. ഞാനിതിലേക്ക് മല്ലിപ്പൊടി, അതുപോലെ മല്ലിയില, തക്കാളി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. എങ്കിലും വളരെ രുചികരമാണ് ഈ ഒരു കറി കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടും രുചികരമായിട്ടും നല്ലൊരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ കൂടി തരാൻ മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ അളവിലാണ് ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതുപോലുള്ള കഷ്ണങ്ങളാണ് ഞാനിവിടെ ആക്കിയിട്ടുള്ളത്. അതുപോലെ ബീഫ് കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് എല്ലുള്ള പീസുകൾ കൂടി ചേർത്ത് കറി തയ്യാറാക്കുവാണെങ്കിൽ കറികൾക്ക് പ്രത്യേക ടേസ്റ്റ് കൂടെ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബീഫ് വാങ്ങിക്കുമ്പോൾ അവരോട് പ്രത്യേകം ചോദിച്ച് വാങ്ങിക്കുന്നതാണ് ഈ ഒരു എല്ലുകൾ. ഈ എല്ലുകളും കഴുകി വൃത്തിയാക്കി വെക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ 3 സവാള എടുത്തു വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ 100 ഗ്രാം കൊച്ചുള്ളിയും 3 പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 2 ബോൾ വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയുമാണ്. ഇവ നമുക്കൊന്ന് ചതച്ചുകൂടി വെക്കാം. ഇനി വേണ്ടത് മസാലകളാണ്. ഇതിനായിട്ടൊരു പ്ലേറ്റ് എടുത്തു വെച്ചിട്ട് ഇതിലേക്ക് 1 സ്പൂൺ അളവില് കുരുമുളക്, കറിക്ക് നല്ല സ്വാദ് കിട്ടുന്നതിനായിട്ട് 7 ഏലക്ക ചേർക്കണം. കൂടെ തന്നെ ഒരു തക്കോലം ഇതിന്റെ സീഡെന്ന് നീക്കിയതിന് ശേഷമാണ് ചേർക്കേണ്ടത്. ഇനി നമുക്കൊരു 8 കറിയാമ്പ് കൂടെ എടുക്കാം. ഇത്രയും മസാലകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ 1.5 സ്പൂൺ അളവില് പെരിഞ്ചീരകവും 1 വലിയ കഷ്ണം കറുവപ്പട്ട 5 ആയിട്ട് ഒന്ന് ഒടിച്ചെടുത്തതും കൂടിയാണ്. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഒടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ബേ ലീഫ് കൂടെ ചേർക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ജാതി പത്രി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബീഫ് കറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് സജീരകം കൂടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മസാലകളെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു മസാലകളൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ചൂടാക്കാതെ തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി പൊടിച്ച പൊടി ഈ ബീഫിലേക്കാണ് ചേർക്കുന്നത്. മസാലപ്പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച സവാളയിൽ നിന്നും 1 സവാള കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച കൊച്ചുള്ളിയും ചേർക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ അളവിൽ വിനാഗിരി ചേർക്കണം. കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചുകൂടി എടുക്കണം. ഒരു 2 മിനിറ്റ് നേരമെങ്കിലും കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ കൈയുടെ ചൂട് കൊണ്ട് നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുന്നത്. സോഫ്റ്റായി കിട്ടുന്നതിനായിട്ട് കൈകൊണ്ട് നല്ലവണ്ണം കൂട്ടി തിരുമിയെടുക്കുവാണ്. ബീഫ് ഇവിടെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച എല്ലുകളും കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി എല്ലുകളും കൂടി ചേർത്ത് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. എല്ലുകൾ ചേർത്ത് കുഴച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു അവസാന വേളയിൽ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം കയ്യിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ബീഫിനെ അരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ബീഫിനെ കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വേവിച്ചെടുക്കുന്നതിനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ബീഫ് വേവിക്കാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ബീഫ് ഒന്ന് വെന്ത് വരണം. അതിനായിട്ട് ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ഒരു 5 വിസില് ചെറിയ തീയിലും വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഈ സമയത്ത് നമ്മുടെ ബീഫ് ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കണം. നമ്മൾ ബീഫ് കുഴച്ച് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കറിന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. നമ്മുടെ ബീഫ് നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. അതുവരെയും നമുക്കൊന്നുകൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുക്കറിൻ്റെ എറെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫ് ഇവിടെ അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെയാണ് കേട്ടോ വെന്ത് കിട്ടിയിട്ടുള്ളത്. നമ്മളിതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇതിനകത്തേക്ക്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റോസ്റ്റ് ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. റോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതുപോലൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചീനച്ചട്ടിയും പുതിയതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അനിത ചേച്ചി കുറേ പൈസയൊക്കെ കിട്ടുന്നുണ്ട് അനിത ചേച്ചിക്ക്, അതുകൊണ്ട് ഒരുപാട് പാത്രങ്ങളൊക്കെ വാരി കൂട്ടുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അനിത ചേച്ചിക്ക് ഓണത്തിന് സാരി എടുക്കാനായിട്ടേ പൈസ മക്കൾ അയച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവരുടെ പൈസ കിട്ടിയപ്പോൾ ഞാൻ സാരി ഉടുത്തിട്ട് എവിടെ നടക്കാനാണ്, എനിക്ക് ഈ വീട്ടുപണിയും കഴിഞ്ഞിട്ട് എവിടെ പുറത്തേക്ക് പോകാനാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതുപോലെ 2-3 പാത്രങ്ങൾ ആ പൈസ കൊടുത്ത് വാങ്ങുവാണെങ്കിൽ നമുക്ക് വീഡിയോസിന് ആകും, നല്ല പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പാത്രങ്ങൾ വാങ്ങിയത്, അല്ലാതെ എനിക്കൊരുപാട് പൈസയൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇട്ട് തരാം കേട്ടോ. ലിങ്ക് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാം. എനിക്ക് ആ ലിങ്ക് എങ്ങനെയാണ് എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലുള്ള നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഇപ്പോൾ 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. ഇനി വഴറ്റുന്ന ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പില ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അതുപോലെ എൻ്റെ കൂട്ടുകാരോട് ഒരു പ്രത്യേകം ഒരു കാര്യം ചേച്ചി പറയട്ടെ, നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ ചേച്ചിക്ക് വീഡിയോ ഫുള്ള് കാണാൻ പറ്റിയില്ലെങ്കിൽ കമൻറ്റ് തരരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തരുന്ന കമൻറ്റ് കൊണ്ടിട്ട് ഇപ്പോൾ ഒരു വീഡിയോസ് ഓപ്പൺ ചെയ്ത് കമൻറ്റ് തരുമ്പോൾ അത് അവർ ഫുള്ളായിട്ട് കണ്ട് ആണ് ആ കമൻറ്റ് തരുന്നതെങ്കിൽ നമുക്ക് നല്ലതാണ്. അല്ലാതെ വീഡിയോസ് കാണാതെ കമൻറ്റ് ഇടുന്നത് നമ്മുടെ ചാനലിന് ആ ഒരു വീഡിയോസിന് വളരെ ദോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണരുത്. എങ്കിൽ കമൻ്റൊക്കെ തരുമ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം തന്നാൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി കൊണ്ടിട്ട് ഒരു നന്മ കൂടിയാണ് കേട്ടോ കിട്ടുന്നത്. നമ്മളെ പോലെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് വീഡിയോസ് എടുക്കുന്ന ആൾക്കാരെ മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഭഗവാൻ നിങ്ങളെ കാത്തുരക്ഷിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞ് വന്നു. ഇനി നമുക്ക് സവാള കട്ട് ചെയ്തത് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ നമ്മൾ മുരിയിച്ച് ചേർത്ത് കഴിയുമ്പോൾ അടികില്ലൊന്നും പിടിക്കില്ല കേട്ടോ. ഇത് മുരിയാതെ ചേർക്കുവാണെങ്കിൽ നമ്മൾ സവാള ഇതുപോലെ വഴറ്റുമ്പോൾ നമ്മൾ ചതച്ചപ്പോൾ ദേ ഒരു കഷ്ണം ഇഞ്ചി ചതയാ എങ്ങനെ ചതയാതെ കിടക്കുന്നുണ്ട്, അതൊന്നും സാരമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കറികൾക്ക് ടേസ്റ്റ് കൂടുന്നതിനായിട്ട് നമ്മുടെ ഈ വഴറ്റുന്ന സവാള ഉപ്പൊന്നും ചേർത്ത് വഴറ്റണ്ട, നന്നായിട്ട് മെറൂൺ കളറാക്കി എടുക്കണം. അപ്പോഴാണ് നമ്മുടെ കറി കാണാൻ ഭംഗി ഉണ്ടാവുന്നതും കറി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുവാണ്, പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് കറി ഉണ്ടാക്കി തന്നിരുന്നപ്പോൾ നമ്മളിതിലേക്ക് തക്കാളിയൊന്നും ചേർക്കാതെയാണ് കേട്ടോ ചെയ്തിരുന്നത്. എൻ്റെ വീട്ടിൽ ഇതുപോലെ ബീഫ് കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ തക്കാളിയൊന്നും ചേർക്കാറില്ല. കാരണം ഇവിടെ ഇഷ്ടമല്ല, തക്കാളി ചേർത്തിട്ടുള്ള കറികളൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ തക്കാളി ചേർക്കാതെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഒരു 3 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ സവാള ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഈ 3 മിനിറ്റ് ആകാനായിട്ട് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ വഴറ്റുന്നത്. ഫുൾ ഫ്ലെയിമൊന്നും വെച്ച് കൊടുത്ത് ചെയ്യാറില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കറികൾക്ക് നല്ല സ്വാദൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഇതിലേക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഇനി മുളക് പൊടിയൊക്കെ ചേർക്കുമല്ലോ, ആ പൊടികൾ ഈ ഒരു ചൂടോടുകൂടി തന്നെ എടുക്കുമ്പോൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ അതൊന്ന് മുരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. മുരിഞ്ഞല്ല, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കരിയാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൽ നിന്ന് കുറച്ച് ഇതുപോലെ ഇതിൻ്റെ ഗ്രേവി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു കൂട്ടിലേക്ക് 2 സ്പൂൺ അളവിൽ മീറ്റ് മസാല, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ മസാലയാണ്. അതുപോലെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി, കാശ്മീരി അല്ല എരിവെള്ള മുളക് പൊടിയാണ്. ഇവിടെ കാശ്മീരി മുളക് പൊടി അധികം കറികളിൽ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല. ഇനി പൊടികൾ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഒരു നുള്ള് ചേർക്കുന്നുള്ളൂ. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ. അതേ, നമ്മുടെ വീഡിയോസിൽ കാണിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടികൾ
എല്ലാ കാര്യവും ഞാൻ എൻ്റെ വീട്ടിൽ കഴുകി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ കറികളിൽ ഞാൻ ചേർക്കുന്നത് വളരെ അളവ് കൂടുതലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ മഞ്ഞൾപ്പൊടി പൊടിക്കൂലേ, അപ്പം നമ്മുടെ കറികൾക്ക് വളരെ കളർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അളവ് കൂട്ടിയാണ് ഇടുന്നത്. എൻ്റെ ഒരുപാട് പേര് വന്ന് അയ്യോ മഞ്ഞൾപ്പൊടി ഇങ്ങനെ വാരിക്കോരി ഇടല്ലേ, ഇങ്ങനെ വാരിക്കോരി ഇട്ടാൽ കറികളുടെ ടേസ്റ്റ് പോകുന്നു. ഞാൻ റിപ്ലൈ കൊടുത്ത് എനിക്ക് മടുത്തു. അപ്പം അങ്ങനെ ഇനിയും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണേ. എന്താ പറയുക, മഞ്ഞൾപ്പൊടിക്ക് കളർ ഒരു തരി പോലും ഉണ്ടാവില്ല. ഒറിജിനൽ മഞ്ഞൾപ്പൊടിയല്ലേ, കെമിക്കലിനാണ് നല്ല കളറൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. വേവിച്ചപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കൊച്ചുള്ളിയൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. നമ്മുടെ കറിക്ക് നന്നായിട്ട് കൊഴുപ്പ് കിട്ടും കേട്ടോ. നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം. ഗ്രേവി കൂടുതലാണെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് കൂടെ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതേ ഒന്നും കൂടി കുറുക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് വെള്ളത്തോടു കൂടി ചേർത്താൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഇതിനകത്ത് വെള്ളം ഒന്ന് നന്നായിട്ട് ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ബീഫ് ചേർക്കണം കേട്ടോ. ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് കുറുകട്ടെ, എന്നിട്ട് ബീഫ് ചേർക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ഒന്നും കൂടെ കുറുകി വരട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ. വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു ചീനച്ചട്ടി 1 കിലോ ബീഫിൻ്റെ കറക്റ്റ് അളവാണ് കേട്ടോ. ഇതേപോലത്തെ ചട്ടികളാണ് കേട്ടോ. നിങ്ങൾ നോൺ സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ചട്ടികൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റൊക്കെ തരൂലേ, ഗിഫ്റ്റൊക്കെ തരുമ്പോൾ അവരോട് അഡ്വാൻസ് ആയിട്ട് തന്നെ പറയാട്ടോ, അതെ എനിക്ക് ഈ പ്രാവശ്യം ഗിഫ്റ്റ് തരുമ്പോൾ ഇതുപോലെ ഒരു പാൻ വാങ്ങിച്ചു തന്നാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യമായിട്ട് പറഞ്ഞു തരുന്നത്. എനിക്ക് ഇതുപോലൊരു പാൻ വാങ്ങിച്ചു തന്നാൽ മതി കേട്ടോ. അല്ലാണ്ട് എനിക്ക് സാരിയും ചുരിദാറൊന്നും എടുത്ത് തരേണ്ട കേട്ടോ. അങ്ങനെ പറയണേ. വർഷം മുഴുവനും നമുക്ക് ഓർക്കുകയും ചെയ്യാം. ഈ ഒരു പാചകം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിനെ നമുക്ക് ഓർക്കുകയും ചെയ്യാം. എൻ്റെ കൃഷ്ണ അങ്ങേര് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത്ര നേരം എനിക്ക് വേണ്ടിയിട്ട് മാറ്റി തന്നാണ്. ഒരുപാട് പറമ്പുണ്ട് കേട്ടോ. നിങ്ങൾക്കും എല്ലാ ദിവസവും ഈ ഹിന്ദിക്കാരൻ്റെ കാര്യം പറയണത് എന്താണ് ഈ ചേച്ചിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ചിരിക്കാനുള്ള കാര്യമുണ്ട് കേട്ടോ. ഒരു വശത്തു നിന്ന് അങ്ങേര് ചെയ്ത് തുടങ്ങുമ്പോഴേക്ക് അടുത്ത വശത്ത് പുല്ല് പിടിക്കും. മണ്ടന്മാരെ ഈ ടൈല് ഇടുന്നതിന് മുമ്പായിട്ട് ഓട് വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നിന്ന് ആ പുല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണ്ടേ ഓട് വിരിക്കാനായിട്ട്. ഇതാ പുല്ലിൻ്റെ മുകളിൽ കൊണ്ട് ഓട് മെറ്റൽ പൊടി ഇട്ട് ഓട് വിരിച്ച്. ഇപ്പം എന്താണ് ആഴ്ച ഇതേപോലെ ഹിന്ദിക്കാരന് പൈസ കൊടുത്തിട്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്യിപ്പിക്കണം. നാടൻ ബീഫ് റോസ്റ്റ് ഇവിടെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ച് ചേർക്കണം. കണ്ടോ, നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. കറിയുടെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ കറീനെ ഒന്ന് ഒരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാവേ. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറി മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഒന്നുകൂടി അടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കറി ഒന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും കറിയുടെ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു ചാറോടുകൂടി തന്നെ വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ മസാലകളൊക്കെ പൊടിച്ച് ചേർത്ത് കറി ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഇവിടെ കൊതിപ്പിക്കുന്ന രുചിയാണ്. പക്ഷെ ഞാൻ കഴിക്കില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കൽ മാത്രം, കഴിക്കലൊക്കെ മറ്റുള്ള ആൾക്കാരാണ്. കേരള സ്റ്റൈൽ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നമുക്കിതിലേക്ക് എന്താ ചേർക്കേണ്ടത്? കുറച്ച് കറിവേപ്പില ഇതിങ്ങനെ കൈ കൊണ്ട് കീറിയതിന് ശേഷം ചേർക്കണം കേട്ടോ. കാരണം മല്ലിയില ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർക്കാറില്ല. നമ്മുടെ കാരണന്മാർ പഠിപ്പിച്ച ആ ഒരു പാചകമാണ് കേട്ടോ ചേച്ചി ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ എന്താണ് പറയുക, മല്ലിയില, പുതിനയില, മല്ലിപ്പൊടി, തക്കാളിയൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു ബീഫ് കറി നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ തന്നെ ഇഷ്ടപ്പെടും. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണണേ. അതിന് ശേഷം തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.